മഞ്ചലിൽ കേരള ബാങ്ക് അധികൃതർ ജപ്തി ചെയ്ത വീടിന്റെ പൂട്ട് പൊളിച്ച് അകത്ത് കടന്ന AIYF പ്രവർത്തകർ. കാച്ചാണി നിശാഭവനിൽ ജിഷയുടെ വീടിന് നേരെയാണ് ബാങ്ക് നടപടി ഉണ്ടായത്. ലോൺ കുടിശ്ശികയെ തുടർന്ന് വീട് ജപ്തി ചെയ്ത ബാങ്ക് നടപടിക്കെതിരെ വലിയ പ്രതിഷേധമാണ് പ്രദേശത്ത് അരങ്ങേറുന്നത്. കൊല്ലം അഞ്ചൽ കാച്ചാണി സ്വദേശിനിയായ ജിഷ 2010-ലാണ് പശു വളർത്തൽ യൂണിറ്റ് ആരംഭിക്കുന്നതിനായി കേരള ബാങ്കിന്റെ അഞ്ചൽ ശാഖയിൽ നിന്നും 10 ലക്ഷം രൂപ വായ്പ എടുത്തത്. സ്വയം തൊഴിൽ കണ്ടെത്തി ജീവിതം കരുപിടിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു ഈ നീക്കം. വായ്പ ലഭിച്ച തുക ഉപയോഗിച്ച ജിഷ തമിഴ്നാട്ടിൽ നിന്നും 10 മികച്ച ഇനം പശുക്കളെ വാങ്ങിയിരുന്നു. ആദ്യഘട്ടത്തിൽ മികച്ച രീതിയിൽ മുന്നോട്ട് പോയെങ്കിലും വിധി മറ്റൊന്നായിരുന്നു. അപ്രതീക്ഷിതമായി പശുക്കൾക്ക് രോഗം ബാധിച്ചത് വലിയ തിരിച്ചടിയായി മാറി. രോഗം പടർന്നു പിടിച്ചതോടെ ജിഷയുടെ കൈവശമുണ്ടായിരുന്ന 10 പശുക്കളും ഓരോന്നായി ചത്തുപോയി. ഇതോടെ ജിഷയുടെ ഉപജീവന മാർഗം പൂർണ്ണമായി അടഞ്ഞു. വലിയൊരു സാമ്പത്തിക ബാധ്യത മാത്രമാണ് ഈ സംരംഭത്തിലൂടെ അവർക്ക് ബാക്കിയായത്. പശുക്കൾ ചത്തതോടെ തിരിച്ചടവ് പൂർണ്ണമായി മുടങ്ങി. പലിശയും പിഴപ്പലിശയും കയറി ലക്ഷക്കണക്കിന് രൂപയുടെ കുടിശ്ശികയായി. പ്രതിസന്ധി ബാങ്ക് അധികൃതരെ അറിയിച്ചുവെങ്കിലും ജപ്തി നടപടികളുമായി മുന്നോട്ട് പോകാനായിരുന്നു ബാങ്കിന്റെ തീരുമാനം. കഴിഞ്ഞ ദിവസം വൈകുന്നേരത്തോടെയാണ് ബാങ്ക് ഉദ്യോഗസ്ഥർ പോലീസ് സന്നാഹത്തോടെ വീട്ടിലെത്തിയത്. ജിഷയുടെ 2.5 വയസ്സ് പ്രായമുള്ള കുഞ്ഞും വാർദ്ധക്യ സഹജമായ അസുഖങ്ങളുള്ള അച്ഛനും അമ്മയും മാത്രമാണ് ആ സമയം വീട്ടിലുണ്ടായിരുന്നത്. വീട്ടുകാരുടെ ഭാഗത്തു നിന്നുള്ള വിലാപങ്ങളോ അപേക്ഷകളോ പരിഗണിക്കാതെ ഉദ്യോഗസ്ഥർ കർശന നിലപാട് സ്വീകരിച്ചു. കുടുംബത്തെ ബലമായി വീട്ടിൽ നിന്നും പുറത്താക്കിയ ശേഷം വീട്ടു സാധനങ്ങൾ ഓരോന്നായി ഉദ്യോഗസ്ഥർ പുറത്തെടുത്ത് വെച്ചു. കുടുംബത്തെ മുഴുവൻ പെരുവഴിയിലാക്കി വീടിന്റെ മുൻവാതിൽ പൂട്ടി ബാങ്ക് അധികൃതർ ജപ്തി നടപടികൾ പൂർത്തിയാക്കി മടങ്ങി. പിഞ്ചുകുഞ്ഞുമായി അന്തി ഉറങ്ങാൻ ഒരിടവുമില്ലാതെ ജിഷയും കുടുംബവും രാത്രി മുഴുവൻ വീടിന് പുറത്ത് കഴിയേണ്ടി വന്നു. കുടുംബത്തിന്റെ ദയനീയാവസ്ഥ സോഷ്യൽ മീഡിയയിലൂടെയും അല്ലാതെയും പ്രചരിച്ചതോടെയാണ് പ്രാദേശിക രാഷ്ട്രീയ പ്രവർത്തകർ ഇടപെടാൻ തുടങ്ങിയത്. വിവരമറിഞ്ഞ സ്ഥലത്തെ MLA PS സുപാൽ വിഷയത്തിൽ ഉടൻ ഇടപെട്ടു. MLA ബാങ്ക് അധികൃതരുമായി നേരിട്ട് ബന്ധപ്പെടുകയും മാനുഷിക പരിഗണന വെച്ച വീട് തുറന്നു നൽകാൻ ആവശ്യപ്പെടുകയും ചെയ്തു. എന്നാൽ സാങ്കേതിക കാരണങ്ങൾ പറഞ്ഞ് ഉദ്യോഗസ്ഥർ വീട് തുറക്കാൻ വിസമ്മതിക്കുകയായിരുന്നു. ബാങ്കിന്റെ കടുത്ത നിലപാടിനെതിരെ പ്രതിഷേധം ശക്തമായതോടെ AIYF പ്രവർത്തകർ സ്ഥലത്തെത്തി. രാത്രി വൈകിയും കുഞ്ഞുമായും പുറത്തു കഴിയുന്ന കുടുംബത്തിന് നീതി വേണമെന്ന ആവശ്യവുമായി അവർ പ്രതിഷേധം കടുപ്പിച്ചു. ബാങ്ക് ഉദ്യോഗസ്ഥർ വഴങ്ങില്ലെന്ന് വ്യക്തമായതോടെ AIYF പ്രവർത്തകർ വീടിന്റെ പൂട്ട് പൊളിച്ച് ജിഷയും കുടുംബത്തെയും അകത്ത് പ്രവേശിപ്പിച്ചു. വാർഡ് മെമ്പർ സിന്ധുവും ഈ പ്രതിഷേധ നടപടിക്ക് നേതൃത്വം നൽകി. മനുഷ്യത്വം മരവിച്ച ബാങ്ക് നടപടികൾക്കെതിരെയുള്ള സ്വാഭാവികമായ പ്രതികരണമാണിതെന്ന് AIYF നേതാക്കൾ വ്യക്തമാക്കി. സർക്കാരിന്റെ നയങ്ങൾക്ക് വിരുദ്ധമായാണ് ഉദ്യോഗസ്ഥർ പ്രവർത്തിക്കുന്നതെന്നും അവർ ആരോപിച്ചു. സാമ്പത്തികമായി കടുത്ത പരാധീനത അനുഭവിക്കുന്ന സാധാരണക്കാരുടെ ഏക അത്താണിയായ വീട് ഇത്തരത്തിൽ ജപ്തി ചെയ്യുന്നത് അംഗീകരിക്കാനാവില്ല. ജിഷയുടെ കുടുംബത്തിന് നീതി ലഭിക്കുന്നതുവരെ പ്രതിഷേധം തുടരാനാണ് തീരുമാനം. വിഷയം ഗൗരവകരമാണെന്ന് കണ്ട PS സുപാൽ MLA ഉടൻ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ശ്രദ്ധയിൽപ്പെടുത്തി. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും അനുകൂലമായ മറുപടിയാണ് ലഭിച്ചതെന്ന് MLA അറിയിച്ചു. ജിഷയുടെയും കുടുംബത്തിന്റെയും താമസത്തിന് തടസ്സം ഉണ്ടാക്കാത്ത രീതിയിൽ ജപ്തി നടപടികൾ ഒഴിവാക്കാൻ ആവശ്യമായ സഹായങ്ങൾ ചെയ്യുമെന്ന് MLA ഉറപ്പ് നൽകി. വായ്പാ തിരിച്ചടവിൽ ഇളവുകൾ നൽകുന്നതിനെക്കുറിച്ചും ആലോചനയുണ്ട്. പൂട്ടുപൊളിച്ച് അകത്ത് കയറിയ പ്രവർത്തകർക്കെതിരെ നിയമ നടപടി ഉണ്ടായേക്കാമെന്ന സൂചനയുണ്ടെങ്കിലും അതിനെ രാഷ്ട്രീയമായി നേരിടുമെന്നാണ് AIYF പറയുന്നത്. പാവപ്പെട്ടവന്റെ കൂര സംരക്ഷിക്കാനാണ് തങ്ങൾ ശ്രമിച്ചതെന്ന് അവർ പറഞ്ഞു. ജിഷയുടെ കുടുംബം ഇപ്പോൾ വീട്ടിൽ തിരിച്ചെത്തിയെങ്കിലും ജപ്തി ഭീഷണി പൂർണ്ണമായും നീങ്ങിയിട്ടില്ല. സർക്കാർ തലത്തിലുള്ള ഇടപെടലുകൾ എത്രയും വേഗം ഫലം കാണുമെന്ന പ്രതീക്ഷയിലാണ് ഈ കുടുംബവും നാട്ടുകാരും.